Hi everyone, welcome to Road to Bethlehem. ഇന്ന് നമ്മൾ ഗലീലയിൽ നിന്നാണ് തുടങ്ങുന്നത്. അന്ധകാരത്തിൽ പ്രകാശമായി യേശു വരുന്നുള്ള പ്രവചനമാണ് നമ്മൾ ഇന്ന് ഏശയ പുസ്തകത്തിൽ വായിക്കുന്നത്. നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് റിഫ്ലക്ട് ചെയ്യേണ്ട ബൈബിൾ ഭാഗം ഏശയുടെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. Let's move to the first segment, the Bible word. ഏശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈശോയുടെ ജനനത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട പ്രവചനങ്ങളാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. കുറച്ച് വചനങ്ങളൊന്ന് വായിച്ചു നോക്കാം. 1-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും. 2-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അതുപോലെ 6-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത്തിന് മഹത്തായ ഒരു പ്രകാശമായിരുന്നു ഈശോയുടെ ജനനം. ഇപ്പോഴും ലോകത്ത് ഒരുപാട് തിന്മയും അന്ധകാരവും നിറഞ്ഞു നിൽക്കുന്നു. ഈശോയുടെ പ്രകാശം കടന്നു വന്നാൽ തീരാവുന്ന പ്രശ്നമേ മനുഷ്യനുള്ളൂ. പക്ഷെ ഇനിയും ഈശോയെ അറിയാത്ത ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. ഈ വചനഭാഗം വായിക്കുമ്പോൾ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത അനേകായിരം മനുഷ്യരെയും നമ്മുടെ പ്രാർത്ഥനകളിൽ ചേർത്ത് വെക്കണമെന്ന് നമുക്ക് ഓർക്കാം. ഈ ക്രിസ്മസ് നാളുകളിൽ ഈശോയുടെ ജനനം ആഘോഷിക്കാനായി നോമ്പ് നോറ്റ് വിശ്വാസികൾ കാത്തിരിക്കുമ്പോൾ തിന്മയുടെ അന്ധകാരത്തിൽ അകപ്പെട്ട് കിടക്കുന്നവർക്കെല്ലാം മോചനമായി അവരുടെ ഹൃദയങ്ങളിലും ഈശോ ജനിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് പ്രചോദിപ്പിക്കട്ടെ. അപ്പോൾ ഈശോയെക്കുറിച്ചുള്ള ഏശയ്യായുടെ പ്രവചനങ്ങൾ വായിക്കാം. 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. കഥയൊക്കെ ഉള്ള സമയമാണ്. എല്ലാവരും റെഡിയല്ലേ? നമുക്കൊരു വെറൈറ്റി കഥ കേട്ടിട്ട് വരാം. Let's go to story time. ഹായ് കൂട്ടുകാരെ, സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ പോകുന്നു ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ? നമുക്കിന്ന് റിച്ചാർഡിൻ്റെ സ്റ്റോറി കേൾക്കാമേ. ഈ ക്രിസ്മസ് സീസണിലെ ഒരു പ്രത്യേകത എന്താ? രാത്രിയായി കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും അല്ലേ? ഈ റിച്ചാർഡിന് ആരുമില്ല, ഒരു ഓർഫനായ കുട്ടിയാണ്. അപ്പോൾ ഇവൻ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കിടന്ന് ഉറങ്ങുന്നത്. ഒരു ക്രിസ്മസ് സീസണിൽ ഇവൻ രാത്രിയിൽ റെസ്റ്റോറൻറ്റിലെ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഭയങ്കര തണുപ്പ്. ഇവന് കോട്ടുണ്ടെങ്കിലും ആ തണുപ്പിനെ അതിജീവിക്കാനായിട്ട് പറ്റുന്നില്ല. ഇവനിങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെ ഷിവർ ചെയ്ത വഴിവക്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പോലീസ് വാൻ വന്നു നിന്നിട്ട് ചോദിച്ചു, എന്താ നീ ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, സാർ എനിക്ക് വീടില്ല, എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ പോലീസ് ഓഫീസർ ഒരു ചെറിയ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ എഴുതി ജോൺ 3:16 എന്നെഴുതി കൊടുത്തു. അപ്പോൾ ഇവനൊന്നും മനസ്സിലായി. ഇവനിങ്ങനെ പേപ്പറിലേക്ക് നോക്കി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പോലീസ് ഓഫീസർ പറഞ്ഞു, ദേ നോക്കൂ, അങ്ങോട്ട് നോക്കൂ, ആ ലൈറ്റ് കത്തിക്കിടക്കുന്ന വീട് കണ്ടില്ലേ, അവിടെ ചെന്ന് ഡോറിൽ മുട്ടണം, ഡോറ് തുറക്കുന്ന ആളുടെ കയ്യിലേക്ക് ഈ പേപ്പർ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ തലയാട്ടി. ഇവനൊന്നും മനസ്സിലായില്ല, എന്താണ് ജോൺ 3:16 ഒന്നും മനസ്സിലായില്ല. റിച്ചാർഡ് വേഗം നടന്ന് വിറച്ച് നടന്ന് ആ വീടിൻ്റെ അവിടെ ചെന്ന് ഡോറിൽ നോക്ക് ചെയ്ത് ഡോറിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലേഡി വന്ന് തുറന്നു. അപ്പോൾ ചോദിച്ചു, ആരാ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ് പേപ്പർ കാണിച്ചിട്ട് പറഞ്ഞു ജോൺ 3:16. അപ്പോൾ ഇവരൊരു ചെറിയ ചിരി ചിരിച്ചിട്ട് ഇതിനകത്തേക്ക് വെൽക്കം ചെയ്തു. കൊണ്ടുപോയി വേഗം സൂപ്പ് കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് ഒരു പ്രായമായ അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, നീ ടയേർഡല്ലേ, ഒന്ന് കുളിച്ച് ഫ്രഷ് ആകും, ഞാൻ നല്ല ഡ്രസ്സ് തരാം നിനക്ക്. നല്ല ഡ്രസ്സൊക്കെ കൊടുത്ത് ഇവനും ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞ്, നല്ല ക്ഷീണമുണ്ടല്ലേ മോൻ, ഉറക്കം വരുന്നല്ലേ, വാ എന്ന് പറഞ്ഞ് വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോയി കമ്പിളി പുതപ്പൊക്കെ പുതപ്പിച്ച് കൊടുത്തിട്ട് ഈ ലേഡി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജോൺ 3:16. അപ്പോൾ ഇവനിങ്ങനെ ചിരിച്ച് തലയാട്ടി. ഉറങ്ങാൻ പോകുമ്പോൾ മുഴുവൻ റിച്ചാർഡിൻ്റെ മനസ്സിൽ ഇതാണ്, എന്താണ് ഈ ജോൺ 3:16? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ എന്താ ജോൺ 3:16 എന്ന് അറിയാനായിട്ട്? രാവിലെ ആ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഇവനൊരു തീരുമാനം എടുത്ത്, എന്താണ് ഈ ജോൺ 3:16 എന്ന് അറിയണം. അങ്ങനെ തലേ ദിവസം ഇവന് ഭക്ഷണം കൊടുത്ത് കിടക്കാൻ ഇടമൊക്കെ കൊടുത്ത് ആ ആൻറ്റി, ആ ഓൾഡ് ആയിട്ടുള്ള ലേഡി വന്നിട്ട് ചോദിച്ചു, പോവുകയാണല്ലേ? അപ്പോൾ ഇവൻ്റെ സ്റ്റോറിയൊക്കെ ചോദിച്ചു. ഇവനെല്ലാം പറഞ്ഞു ഒത്തിരി താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഇവനിങ്ങനെ ചോദിക്കാൻ ഒരുങ്ങുവാണ്, എന്താണ് ജോൺ 3:16? അപ്പോൾ ഈ ആൻറ്റി തിരിച്ചു ചോദിക്കുക, നിനക്ക് ആഗ്രഹമില്ലേ ജോൺ 3:16 എന്താണെന്ന് അറിയണം? അപ്പോൾ ഇവൻ പറഞ്ഞു, ആ ഉണ്ട്, ഞാൻ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു.
അപ്പം ആ ആൻറ്റി പറഞ്ഞു ഇതൊരു ദൈവവചനമാണ്. ഏതെന്നറിയോ? യോഹന്നാൻ 3:16. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അതല്ലേ നമ്മുടെ ക്രിസ്മസിൻ്റെ മെസ്സേജ്. അവന് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഈ ആൻറ്റി പറഞ്ഞു ദൈവത്തിന് എല്ലാവരോടും സ്നേഹമാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഈ ക്രിസ്മസ് സീസണിൽ നമ്മൾ ഓർക്കണം, ഈശോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് സ്വർഗത്തിൽ നിന്ന് വന്ന സമയമാണ്. അവന് ഭയങ്കര സന്തോഷമായി. അവനൊരു ലൈഫിൻ്റെ ഒരു അർത്ഥം, വളരെ മീനിങ് ഫുള്ളാണ് എൻ്റെ ലൈഫ് എന്നുള്ളൊരു വലിയ ബോധ്യത്തിലേക്ക് കുഞ്ഞ് റിച്ചാർഡ് അന്ന് വന്നു. അതാണ് നമ്മുടെ ക്രിസ്മസ് മെസ്സേജ്. അപ്പം നിങ്ങൾ ഓർക്കുമോ? ജോൺ 3:16, യോഹന്നാൻ 3:16 വചനം നമുക്കും മറക്കാതിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും ഒത്തിരി സ്നേഹിക്കുന്നു, ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നു. ഒരാളെപ്പോലും നഷ്ടപ്പെടാൻ നമ്മുടെ അബ്ബ, നമ്മുടെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതാണ് ഈ ക്രിസ്മസിൻ്റെ ബ്യൂട്ടി. നല്ല കുട്ടികളായിരിക്കില്ലേ? ബൈ. ജോൺ 3:16 നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ഇനി നമുക്ക് സൗത്ത് കൊറിയയിലെ ക്രിസ്മസ് കാഴ്ചകൾ കാണാം. അവർ നെക്സ്റ്റ് സെഗ്മെന്റ് ക്രിസ്മസ് അറൗണ്ട് ദ വേൾഡ്. ഇന്ന് സൗത്ത് കൊറിയയിലെ ക്രിസ്മസ് വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ചൈന, ജപ്പാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് സൗത്ത് കൊറിയയിൽ കൂടുതൽ ക്രിസ്ത്യാനികളുണ്ട്. അതുകൊണ്ട് തന്നെ സൗത്ത് കൊറിയയിൽ രക്ഷകനായ യേശുവിൻ്റെ ജനന തിരുനാൾ അത്യാദരപൂർവ്വം ആഘോഷിക്കാറുണ്ട്. ഇവിടെ ക്രിസ്മസ് ദിവസം പൊതു അവധി ദിവസമാണ്. സ്കൂളുകളും സ്ഥാപനങ്ങളും എല്ലാം അവധിയായതിനാൽ സൗത്ത് കൊറിയയിലെ ജനങ്ങൾക്ക് വലിയ സന്തോഷ ദിവസമാണ്. ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇവിടുത്തുകാർക്ക് വലിയ ഉത്സാഹമാണ്. വളരെ ഗൗരവത്തോടെയാണ് അവരത് കാണുന്നതും. ദേവാലയങ്ങളെല്ലാം അതിഗംഭീരമായി അലങ്കരിക്കും. മാത്രമല്ല എല്ലായിടത്തെയും പോലെ തെരുവുകളും നഗരങ്ങളും ക്രിസ്മസിനെ വരവേൽക്കാനായി ഒരുങ്ങും. പ്രത്യേകമായി സൗത്ത് കൊറിയയുടെ തലസ്ഥാനമായ സോളിലെ ലൈറ്റ് ഡെക്കറേഷൻസ് വളരെ പ്രശസ്തമാണ്. അധികമായി ചുവപ്പ് നിറത്തിലുള്ള നിയോൺ ബൾബുകളാണ് അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നത്. സോളിലെ ഹാൻ നദിയും അതിനു മുകളിലെ പാലവും നഗരപ്രാന്ത പ്രദേശവും ക്രിസ്മസ് സമയത്ത് അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ അനേകം സഞ്ചാരികൾ അകലെ നിന്നും ഇവിടേക്ക് വന്നെത്താറുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇത് സമ്മാനിക്കുന്നത്. ക്രിസ്മസ് സമയത്ത് അണിയാൻ പ്രത്യേകതരം ആഭരണങ്ങളും വസ്ത്രങ്ങളും വിൽക്കുന്ന കടകൾ, അതിനുവേണ്ടി തന്നെയുള്ള ഷോപ്പിംഗ് മാളുകൾ ഡിസംബർ ആദ്യവാരം തന്നെ സൗത്ത് കൊറിയയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ക്രിസ്മസ് സീസണിലുള്ള ഷോപ്പിംഗ് കൊറിയക്കാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതും ഇവിടെ സാധാരണമായ കാര്യമാണ്. വീടുകളെല്ലാം വൃത്തിയാക്കി മനോഹരമായി അലങ്കരിക്കുകയും ചെയ്യും. ക്രിസ്മസ് സമ്മാനങ്ങൾ കൈമാറുന്നതും കൊറിയയിൽ വ്യാപകമാണ്. സമ്മാനം നൽകുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. സൗത്ത് കൊറിയക്കാർക്ക് അധികവും പണമായിട്ടാണ് നൽകുന്നത് എന്നുള്ളതാണത്. സൗത്ത് കൊറിയയിലെ കുട്ടികൾ സാന്റാക്ലോസിനെ വിളിക്കുന്നത് ഗ്രാൻഡ്പാ സാന്റ എന്നാണ്. ഗ്രാൻഡ്പാ സാന്റ വരുന്നത് നോക്കി കുട്ടികൾ ഇരിക്കുന്നതും സാന്റ സമ്മാനങ്ങൾ കൈമാറുന്നതുമൊക്കെ രസമുള്ള കാഴ്ചകളാണിവിടെ. ഇവിടുത്തെ കുട്ടികൾ ചെറു സംഘങ്ങളായി കരോൾ ഗാനങ്ങൾ പാടി ഭവനങ്ങളിലേക്ക് പോകുന്നതും കരോൾ സംഘത്തെ കാത്ത് വീട്ടുകാർ ഇരിക്കുന്നതും ഇവിടുത്തെ ഡിസംബർ കാഴ്ചകളിലൊന്നാണ്. ക്രിസ്മസ് സമയത്ത് സൗത്ത് കൊറിയയിലെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊന്ന് കേക്കാണ്. മിക്ക വീടുകളിലും വിവിധ തരം കേക്കുകൾ ഉണ്ടാക്കുകയും ഒരുമിച്ച് മുറിച്ച് പങ്കുവെച്ച് കഴിക്കുകയും ചെയ്യും. ക്രിസ്മസ് ദിനത്തിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടുന്നതിന് വീടുകളല്ല അവർ ഉപയോഗിക്കുന്നത്. പകരം നേരത്തെ തന്നെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ബുക്ക് ചെയ്ത് അവിടെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നതും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നതും. സൗത്ത് കൊറിയയിലെ നാനാജാതി മതസ്ഥരും വളരെ സന്തോഷത്തിന്റെ ദിനമായി ക്രിസ്മസിനെ കാണുകയും ആഘോഷിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിൽ നിന്നൊക്കെ തികച്ചും വിഭിന്നമാണ് നോർത്ത് കൊറിയ. ലോകം മുഴുവനുമുള്ള ക്രിസ്ത്യാനികൾ ഏകരക്ഷകനായ യേശുവിൻ്റെ ജനന തിരുനാളിനായി ഡിസംബർ മാസത്തിൽ ഒരുങ്ങുമ്പോൾ നോർത്ത് കൊറിയയിൽ ക്രിസ്മസും മതപരമായ ചടങ്ങുകളും നിരോധിച്ചിരിക്കുന്നു എന്നു മാത്രമല്ല, ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല. ബൈബിൾ കയ്യിൽ പിടിച്ചാൽ ജയിൽ ശിക്ഷ വരെ വിധിക്കുന്നു എന്നതും നോർത്ത് കൊറിയയെ മതസ്വാതന്ത്ര്യം ആവോളം അനുവദിക്കുന്ന സൗത്ത് കൊറിയയിൽ നിന്നും വിഭിന്നമാക്കുന്നു.
കൊറിയയിലെ കാഴ്ചകൾ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു അല്ലേ? ഇനി നമുക്ക് ഒരു പാട്ട് കേൾക്കാൻ പോയാലോ? നെക്സ്റ്റ് സെഗ്മെന്റ് കാരൽ സിംഗിങ്. Rocking around the Christmas tree at the Christmas party hop. Mistletoe hung where you can see every couple tries to stop. Rocking around the Christmas tree, let the Christmas spirit ring. Later we'll have some pumpkin pie and we'll do some caroling. You will get a sentimental feeling when you hear voices singing, let's be jolly, deck the halls with boughs of holly. Rocking around the Christmas tree, have a happy holiday. Everyone dancing merrily in a new old-fashioned way. Rocking around the Christmas tree, let the Christmas spirit ring. Later we'll have some pumpkin pie and we'll do some caroling. You will get a sentimental feeling when you hear voices singing, let's be jolly, deck the halls with boughs of holly. Rocking around the Christmas tree, have a happy holiday. Everyone dancing merrily in a new old-fashioned way. എല്ലാരും പാട്ടൊക്കെ കേട്ടില്ലേ? ഇനി നമ്മുടെ ആക്ടിവിറ്റിയുടെ സമയമാണ്. ഏത് സ്ഥലം മാർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഗലീലി, നമുക്ക് മാർക്ക് ചെയ്യാം. നിങ്ങൾ ചാർട്ട് പേപ്പർ ഒക്കെ എടുത്ത് റെഡി ആയിരുന്നോ? ഞങ്ങൾ മാർക്ക് ചെയ്യാൻ പോവാം. വാ. നമ്മുടെ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇന്നത്തെ ആക്ഷൻ ഇതാണ്: 10 മിനിറ്റ് റൂമിലിരുന്ന് ഈശോയോട് സംസാരിക്കണം. ഞാൻ ഒന്നും കൂടിയും പറയാം, 10 മിനിറ്റ് റൂമിലിരുന്ന് ഈശോയോട് സംസാരിക്കണം. നിങ്ങളെല്ലാവരും ചെയ്യണം കേട്ടോ. ഇന്നലെ നൽകിയ ചോദ്യത്തിന്റെ ഉത്തരം സമ്പത്തിൽ. ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്ന് തിരഞ്ഞെടുത്ത വിജയി മരിയൻ ലൂക്ക് അനിൽ, അക്കർ ഹൗസ് 7, കുട്ടനെല്ലൂർ, തൃശൂർ. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ആകാംക്ഷയോട് കാത്തിരുന്ന ചോദ്യം ഇതാണ്: സമാധാനത്തിന്റെ രാജാവ് എന്നവനെ വിളിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ്? ഞാൻ ഒന്നും കൂടെ പറയാം. സമാധാനത്തിന്റെ രാജാവ് എന്നവനെ വിളിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ്? വേഗമാവട്ടെ. നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കേണ്ട നമ്പർ 9605818881. ഞാൻ ഒന്നും കൂടിയും പറയാം, 9605818881. നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇന്നത്തെ ക്രിസ്മസ് കാഴ്ചകൾ കുറേ നിന്നായിരുന്നല്ലോ. അങ്ങനെ നമുക്കിന്ന് ബായ് കൊറിയൻ ഭാഷയിൽ പറഞ്ഞാലോ? ഷുവർ. അനിയോങ്.